നാഥ നീയാഗമായി പാപങ്ങൾ നീക്കാൻ നീ നിണമൊഴുക്കി കുരിശിൻ നിഴലിൽ വിങ്ങും മുറിവായി അനുതാപിയായി ദേവാ അനുയാത്രിയായി ഞാൻ മോഹങ്ങളേറുമീ ജീവിതത്തിൽ എന്നിലെ എന്നെ ഞാൻ ത്യജിക്കാൻ അനുദിനമെൻ്റെ കുരിശെടുക്കാൻ ഗുരുവിൻ്റെ പാദങ്ങൾ പിന്തുടരാൻ മറിയമേ സൂനുവിൻ കാൽവരി യാത്ര തൻ കാൽപ്പാടിലെന്നെയും ചേർത്തു വയ്ക്കൂ. പ്രാരംഭ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി അങ്ങയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദിവ്യ കുഞ്ഞാടായ അങ്ങേ പ്രിയപുത്രൻ തിരുരക്തം ചിന്തിയതോർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയോടുള്ള അനുസരണത്താലും അനുസരണക്കേട് മൂലം അങ്ങയെ വേദനിപ്പിച്ച ഞങ്ങളോട് അങ്ങയ്ക്കുള്ള സ്നേഹത്താലും ഈശോ മിശിഹ സഹിച്ച പീഡകളുടെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മകൾ അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കുന്നു. ശിരസ്സിൽ മുൾമുടി ധരിച്ചും തോളിൽ കുരിശു വഹിച്ചും പീലാത്തോസിൻ്റെ കൊട്ടാരം മുതൽ കാൽവരി വരെ രക്തത്തിൽ കുതിർന്ന വഴിയിലൂടെ ഈശോയുടെ കാൽപ്പാടുകൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിന്തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്ന് അങ്ങയുടെ ഭൗതിക ശരീരവും ഇന്ന് അങ്ങയുടെ മൗതിക ശരീരമായ സഭയും ഞങ്ങളുടെ സഹോദരങ്ങളും സഹിക്കുന്ന പീഡാനുഭവങ്ങൾക്ക് കാരണമാകുന്ന ഞങ്ങളുടെ വീഴ്ചകളോർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഇനിമേലിൽ അങ്ങയെയും അവിടുത്തെ പ്രതിരൂപമായ സഹോദരങ്ങളെയും വേദനിപ്പിക്കുകയില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് പിറകെ വരാൻ ആഹ്വാനം ചെയ്ത മിശിഹായെ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളാകുന്ന കുരിശുകൾ വഹിച്ചുകൊണ്ട് പ്രതിസ്നേഹമായി കുരിശിൻ്റെ വഴിയിൽ ജീവിതം ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കുരിശിൽ മരിക്കാൻ നിന്നെ വിധിച്ചു, ചെയ്യാത്ത കുറ്റം നിൻ തോളിലേറ്റി. കുരിശിൻ വിധിയിൽ
മൗനം കാൺകേ അനുയാത്രിയായി ദേവാ, അപരാധിയായ ഞാനും. എൻ പാപമെല്ലാം നിൻ ചുമലിലേറ്റി, അപരനെ കുറ്റം വിധിച്ചു ഞാനും. വിധിയാലെ ഞാൻ ചെയ്ത പാതകങ്ങൾ നിൻ ദിവ്യമൗനത്താൽ കഴുകേണമേ. അന്ത്യവിധിയിലെന്നനുപമ സ്നേഹമേ, അലിവോടെ മോചനം നൽകേണമേ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചുവന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്ന്, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ടവനെ പ്രഹരിച്ചു. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനായിരിക്കെ കുറ്റവാളിയായി അവഹേളിക്കപ്പെട്ട അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അന്നും ഇന്നും അങ്ങയെ വിധിക്കുന്നത് ഞങ്ങൾ ചെയ്ത എണ്ണമറ്റ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കെതിരായി മറ്റുള്ളവർ പറയുന്നതും ചെയ്യുന്നതും ക്ഷമിക്കുവാനും പാപപരിഹാരത്തിനായി കാഴ്ചവെക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിൻ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കാൽവരിനാഥ, നിൻ തിരുത്തോളിൽ എൻ പാപഭാരങ്ങൾ നീ ചുമന്നു. കുരിശിൻ വഴിയിൽ നിൻ വേദനയിൽ അനുതാപിയായി ദേവാ, ഭാരങ്ങൾ താങ്ങി ഞാനും. ക്ലേശങ്ങൾ തിങ്ങുന്ന ഭൂതലത്തിൽ അനുദിന ഭാരം ചുമന്നു ഞാനും. ഉഴറുമീ പാപിതൻ നൊമ്പരങ്ങൾ ഉലകിൻ്റെ നായക നീ ചുമന്നു. കനിയണേ സ്നേഹമേ, ഇനി എൻ്റെ പാപത്തിൻ വഴികൾ വെടിയുവാൻ തമ്പുരാനേ. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ ഇഷ്ടക്കേടുകൾ, ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ, രോഗങ്ങൾ, തോൽവികൾ, തെറ്റിദ്ധാരണകൾ എന്നിവയെ കുരിശായി സ്വീകരിക്കുവാൻ അങ്ങയോട് പരാതിപ്പെടാതെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും സഹിച്ച് മിശിഹായോട് ചേർന്ന് രക്ഷാകരമാക്കി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിൻ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കുരിശിന്റെ ഭാരം നിന്നെ തളർത്തി, കുരിശുമായി പൂഴിയിൽ വീണു നീയും. കുരിശിൻ വഴിയിൽ ഇടറും മനമായി അനുതാപിയായി ദേവാ, ശരണാർത്ഥിയായി ഞാനും. എൻ വീഴ്ചയേതുമേ ഏറ്റെടുക്കാൻ പകരമെനിക്കായി വീണു നീയും. തളരുന്ന നേരത്തു താങ്ങിയെന്നെ, വീണു പോം നേരത്ത് ഉയർത്തി പിന്നെ. ഇരവിലും പകലിലും ജീവിതയാത്രയിൽ നിൻ വീഴ്ച എൻ രക്ഷാത്മനാഥ. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ലോകപാപത്തിൻ്റെ കനത്ത ഭാരം നിറഞ്ഞ കുരിശും ചുമന്ന് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ ഈശോ വീഴുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങളുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ആത്മാവിന് അപകടമാകും വിധം അതിൽ മുഴുകാതെ പാപത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്ന് പിന്മാറുവാനും ഇനിയും വീഴ്ചകൾ കൂടാതെ നിർമ്മലരായി ജീവിക്കുവാനും കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിൻ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കുരിശിൻ വഴിയിൽ നിന്നമ്മയെത്തി, കഥനം നിറയും നിൻമിഴി തുടയ്ക്കാൻ. കുരിശിൻ തണലിൽ നിറയും മിഴിയായി അനുതാപിയായി ദേവാ, സഹയാ
യാത്രിയായി ഞാനും. കണ്ണാലെ ഞാൻ ചെയ്ത പാപമെല്ലാം കൽപ്പനാശക്തി തൻ കന്മഷവും കണ്ണീരിനാലെ ഞാൻ കഴുകിടുവാൻ അനുതാപമിന്നെന്നിൽ നീ നിറയ്ക്കൂ. കരുണയോടി മണ്ണിൻ നൊമ്പരപ്പാടുകൾ കാണുവാനെൻ മിഴി നീ തുറക്കൂ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അമ്മയും മകനും പരസ്പരം നോക്കി. മകന്റെ നോട്ടത്തിന്റെ അർത്ഥം ഗ്രഹിച്ച് ഹൃദയം കൊണ്ട് അമ്മ പറഞ്ഞു, മകനെ, നീ തന്നെ ബലിക്കുള്ള കുഞ്ഞാട്. നമുക്ക് പ്രാർത്ഥിക്കാം. മുൾമുടി ചൂടി കുരിശുമരം ചുമന്ന് വിവശനായി രക്തത്തിൽ മുങ്ങിയ അന്ത്യയാത്രയിൽ അങ്ങേ ദിവ്യമാതാവുമായി കണ്ടുമുട്ടിയ രംഗം ഞങ്ങൾ ഓർമ്മിക്കുന്നു. ആസക്തിയോടെയുള്ള നോട്ടത്താൽ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ നോട്ടം മൂലം പാപചിന്തയിൽ വീണുപോയവരെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വേദനിക്കുന്നവരിൽ അങ്ങയുടെ തിരുമുഖം കാണാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കുരിശുമായി വഴിയിൽ വീണു മരിക്കാം യൂദർ ഭയന്നു ശീമോൻ തുണച്ചു. കുരിശിൻ ഭാരം താങ്ങും മനമായി അനുതാപിയായി ദേവാ, അനുയാത്രിയായി ഞാനും. കുരിശുമായി വീഴുന്ന സോദരരിൽ തവ മുഖം കണ്ടു തുണച്ചിടാനും ക്ലേശങ്ങൾ ക്ഷമയോടെ നെഞ്ചിലേറ്റി എൻ കുരിശോ ഞാനും ചുമന്നിടാനും രക്ഷതൻ പാതയിൽ നിത്യം ചരിക്കുവാൻ നിന്നുകമേൽക്കുവാൻ നീ തുണയ്ക്കൂ. അഞ്ചാം സ്ഥലം, ഈശോയെ ശിമയോൻ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൽ തറയ്ക്കാനായി യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ശിമയോൻ അതിലെ പോവുകയായിരുന്നു. പടയാളികൾ അവനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ചുറ്റുമുള്ളവരിൽ അങ്ങയെ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. വിശക്കുന്നവർക്ക് ഭക്ഷിക്കാനും ദാഹിക്കുന്നവർക്ക് കുടിക്കാനും നഗ്നർക്ക് ഉടുക്കുവാനും നൽകാൻ
പരദേശിയെ സ്വീകരിക്കാൻ, രോഗികളെ സന്ദർശിക്കാൻ, കാരാഗൃഹത്തിൽ അടുത്തു ചെല്ലാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കാന്തി മുറിവാലെ മങ്ങി ഒപ്പി വെറോനിക്ക സ്നേഹവായ്പാൽ തിരുമുഖഛായ നന്നായി പതിഞ്ഞു അനുതാപിയായി ദേവാ. ഉരുകുന്നു എൻ്റെയുള്ളം. എൻ പാപമേൽപ്പിച്ച പീഡയല്ലോ തിരുമുഖം വാടുവാൻ കാരണമായി. ഓരോ തകർന്ന മുഖവുമെന്നിൽ മുറിവേറ്റ നിൻമുഖം ഓർമ്മയാക്കാൻ. എന്നെ മറന്നു ഞാൻ നിൻ ദിവ്യ സ്നേഹത്താൽ കണ്ണുനീരൊപ്പുവാൻ നീ തുണയ്ക്കൂ. ആറാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാവരും ഭയന്നു മാറിയപ്പോൾ സ്നേഹം കൊണ്ട് നിറഞ്ഞ് വെറോനിക്ക സ്വന്തം തൂവാലയാൽ അവിടുത്തെ തിരുമുഖം തുടച്ചു. അവളുടെ വിശ്വാസം അടയാളം ദർശിച്ചു. തിരുമുഖം തുടച്ച തൂവാലയിൽ അവിടുത്തെ മുഖം പതിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. വെറോനിക്കായെപ്പോലെ പീഡകളുടെയും പരിഹാസങ്ങളുടെയും നാളുകളിലും പരിഷ്കാരങ്ങളുടെയും പുരോഗമനവാദങ്ങളുടെയും മധ്യത്തിലും ഭയം കൂടാതെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയ്ക്ക് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. വാടിത്തളർന്നു കുരിശിൻ്റെ കീഴായി വീഴുന്നു പിന്നെയും യേശുനാഥൻ. കുരിശിൻ കീഴിൽ തേങ്ങും മനമായി പാപത്തിൽ വീണു ഞാനും. കനിയണേ സ്നേഹനാഥ.
തെറ്റായി ഞാൻ ചെയ്ത പാപമല്ലോ നാഥനെ വീഴിച്ചു രണ്ടാമതും നൈരാശ്യമെന്മേൽ പതിച്ചിടാതെ ഓരോ തകർച്ചയിൽ നിന്നുമേൽക്കാൻ വീണുപോം നേരത്തു ഞാൻ എഴുന്നേൽക്കുവാൻ നീ വീണൊരോർമ്മയാൽ നീ തുണയ്ക്കൂ. ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിന്റെ ഭാരം താങ്ങാൻ വയ്യാത്ത വിധം അവിടുന്ന് ക്ഷീണിതനായി. ഒപ്പം പടയാളികളുടെ നിർദ്ദയമർദ്ദനവും. അവിടുന്ന് അവശനായി നിലംപതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത ദുരിതങ്ങളുടെ ഭാരത്താലും ലോകമോഹങ്ങളുടെ വശീകരണത്താലും തളർന്നു വീഴുമ്പോഴൊക്കെ അങ്ങിൽ ശരണപ്പെടാൻ ഇടയാക്കണമേ. അങ്ങ് കുരിശുമായി രണ്ടാം തവണയും വീണതിൻ്റെ യോഗ്യതയാൽ തഴക്കദോഷങ്ങളിൽ നിന്നും നിരാശയുടെ പടുകുഴിയിൽ നിന്നും എഴുന്നേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ വ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കുരിശുമായി നീങ്ങും നാഥനെ കാൺകെ ഓർശ്ലേമിൻ പുത്രിമാർ കേണിടുന്നു. കുരിശിൻ വഴിയിൽ നീറും മനമായി ആശ്വാസമേകി നാഥൻ അൻപോടെ യേശുദേവൻ. നമ്പരത്തിയിൽ എരിയും നേരം വേദനയൊപ്പുന്നു നിന്റെ സ്നേഹം. മനമിടറുന്നോരെ താങ്ങുവാനും കരയുന്ന മിഴികൾ തുടയ്ക്കുവാനും കനിവിൻ്റെ നായക കാൽവരി സ്നേഹമേ, യാഗമായെന്നെയും മാറ്റണമേ. എട്ടാം സ്ഥലം. ഈശോ ജെറൂസലേം പുത്രിമാരെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒരു വലിയ ജനക്കൂട്ടം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറൂസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് കുരിശിൽ സഹിക്കുന്നതോർത്തല്ല, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഓർത്താണ് ഞങ്ങൾ കരയേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിയ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും പാപങ്ങൾ ഓർത്ത് കണ്ണീരൊഴുക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്കും നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ വ്യസൂനുവിൻ തിരുമുറിവിൻ
തളർന്നു, കൈകാൽ കുഴഞ്ഞു, മൂന്നാം തവണയും വീണുനാഥൻ. ഇരുളും വഴിയിൽ ഇടറും ചുവടായി അനുതാപിയായി ദേവാ, ശരണാർത്ഥിയായി ഞാനും. പാപസുഖങ്ങൾ തൻ പാളയത്തിൽ ലോകത്തിൻ ദേവനാലന്ധനായി കുഴികളിൽ വീണു കാലിടറി ഏറി നിരാശ തൻ ഭാരമെന്നിൽ വീഴുവോർക്കൊക്കെയും പകരമായി വീണു നീ നിൻ വീഴ്ച മോചനദ്രവ്യമായി. 9 സ്ഥലം. ഈശോ മിശിഹ 3 പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നതാണ് പാപവഴികളിൽ നിരന്തരം വീഴാൻ കാരണമാകുന്നത്. ഈ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാൻ നമ്മെ പ്രതി വീഴുന്നവനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഴുന്നവരുടെ സങ്കേതമായ മിശിഹായെ, ഞങ്ങളുടെ സ്നേഹരാഹിത്യമാണല്ലോ 3 തവണയും അങ്ങ് വീഴുവാൻ കാരണമായത്. ഞങ്ങളുടെ സ്നേഹരാഹിത്യത്തെക്കുറിച്ച് ഞങ്ങൾ അനുതപിക്കുന്നു. അവിടുന്ന് 3 പ്രാവശ്യം നിലത്ത് വീണതിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ സ്വാർത്ഥതയുടെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിൻ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ ഹൃത്തിൽ ചേർത്തു വയ്ക്കൂ. നാഥാ, നിൻ വസ്ത്രം ഒന്നായുരിഞ്ഞ് വൈരികൾ ഭാഗിച്ചു പങ്കുവച്ചു. കുരിശിൻ മാറിൽ ചേരാൻ വരവായി അനുതാപിയായി ദേവാ, അനുയാത്രിയായി ഞാനും. ആത്മാവിൽ വീണ്ടും ജനിച്ച എന്നിൽ നാഥാ, നീ ചാർത്തിയ വെള്ളവസ്ത്രം ലോകമോഹത്തിൻ അഴുക്കുചാലിൽ അൻപേ മലിനമായി പാപിയായി ഞാൻ. കഴുകണേ എൻ ചിത്തം നിൻ സ്നേഹയാഗത്താൽ, നിൻ പൈതലായി എന്നെ മാറ്റേണമേ. 10 സ്ഥലം. ഈശോ മിശിഹായുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി മലയുടെ മുകൾ പരപ്പിൽ എത്തിയപ്പോൾ പടയാളികൾ അവിടുത്തേക്ക്
മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അത് 4 ഭാഗിച്ചെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. അടക്കമില്ലാത്ത വസ്ത്രധാരണത്താലും ഭക്ഷണപാനീയങ്ങളിലുള്ള ക്രമരഹിതമായ ആസക്തികളാലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കുരിശിൽ കിടത്തി കൈകാൽ തറച്ചു ജീവന്റെ നാഥനായി വന്നവനെ, കുരിശിൽ ജീവൻ പിടയുന്നേവം എൻ പിഴ പോക്കിടുവാൻ വിടുതലെനിക്കു നൽകാൻ. ഈ ലോകമേകുന്ന ദുരിതഭാരങ്ങളിൽ എൻ ജഡമോഹങ്ങൾ കുരിശിലേറ്റാൻ, കുരിശിലെ യാഗത്തിൻ ശക്തിയേകൂ. കുരിശാലെ ഞങ്ങൾക്കു ജീവനേകൂ. ഗുരുവേ, നീ കുരിശിലായി ബന്ധിതനായെൻ്റെ കെട്ടുകളേവം അഴിച്ചു നീക്കി. 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടി അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോടിടം എന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും, ഒരുവനെ അവൻ്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജഡമോഹങ്ങളെ അവിടുത്തെ കുരിശിൽ തറയ്ക്കുവാനും ലോകത്തിനും പാപത്തിനും മരിച്ച് അവിടുത്തോടൊപ്പം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. കുരിശിൽ കിടന്നു ജീവൻ വെടിഞ്ഞു. ഭൂവിൽ അന്നേരം ഇരുൾ പരന്നു. കുരിശിൽ മരിക്കാൻ ജീവൻ പകരാൻ നരനായി വന്നവനെ, അനുയാത്രിയായി ഞാൻ. കുരിശുമരത്തിൽ
മരണത്തോളം അനുസരിച്ച് ആദി പാപത്തിൻ്റെ കറ കഴുകി കുരിശിൻ ചുവട്ടിലെ ശിഷ്യനായി അമ്മയെ നൽകിയ ദൈവപുത്ര, കുരിശിൻ്റെ വഴിയിൽ ഞാൻ കാൽവരി നായക അമ്മയെ ദാസനു നൽകണമേ. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലാമ സബക്താനി, അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. അനുസരണത്തെ പ്രതി കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്താൻ അവിടുന്ന് അനുഭവിച്ച ദുസ്സഹവേദനകളുടെ യോഗ്യതയാൽ ആത്മരക്ഷയ്ക്ക് കാരണമാകുന്ന അനുസരണം ഞങ്ങൾക്കും നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ രക്തത്തിൽ ചേർത്തു വയ്ക്കൂ. ദേവമാതാവിൻ മടിയിൽ കിടത്തി പ്രിയസൂനു യേശുവിൻ ദിവ്യദേഹം വ്യാകുലവാളാൽ മുറിയും മനസ്സിൽ ദാസിയെന്നോദിയമ്മ വിശ്വാസമോടെയേവം. വ്യാമോഹമെന്നെ ഉലച്ചിടുമ്പോൾ വിശ്വാസശക്തിയാൽ ഞാൻ ജയിക്കാൻ, വ്യാകുലമെന്നെ പിളർന്നിടുമ്പോൾ ദൈവത്തിലെൻ മനം ആശ വയ്ക്കാൻ. മറിയമേ, നിൻ മനം ദൈവത്തിലെന്ന പോൽ ആശ്രയിക്കാൻ എന്നെ നീ തുണയ്ക്കൂ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ ദിവ്യദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുമാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം കുരിശിൽ നിന്നിറക്കി മറിയത്തിൻ്റെ മടിയിൽ കിടത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ജീവന്റെ അപ്പമായി കന്യകയായ തന്നിൽ മാംസം ധരിച്ച ദൈവവചനത്തെ മടിയിൽ കിടത്തി അവിടുത്തെ വാക്ക് നിറവേറാൻ അവസാനം വരെ തന്നെ തന്നെ സമർപ്പിച്ച ദൈവമാതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ ദിവ്യ ശരീരത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിന്റെ
ദേഹം വിധി പോലെയേവം സംസ്കരിച്ചിടുന്നു കല്ലറയിൽ. പൊടിയിൽ നിന്നും ജീവനുയിർക്കാൻ ചേരുന്നു നിൻ വഴിയിൽ. അനുയാത്രിയായി ഞാനും ക്ലേശങ്ങളേറുമീ ജീവിതത്തിൻ തിരശീല വീഴുന്നു മരണശേഷം. നാഥൻ ഉയിർത്തോരു ശക്തിയാലേ പാവനാത്മാവാലേ ഞാനുയിർക്കും. നിത്യമാം ജീവനെ പ്രത്യാശയാലെന്നും എൻ മനം നിന്നോടു ചേർക്കേണമേ. 14 സ്ഥലം. ഈശോ മിശിഹായുടെ ദിവ്യദേഹം സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും അടക്കിയിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയുമുണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയോടുകൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടി നിത്യമായി ജീവിക്കുമെന്ന തിരുവചനത്തിൽ വിശ്വസിക്കുന്നവരായ ഞങ്ങൾ ഭൂമിയിലായിരിക്കുന്ന കാലം മുഴുവൻ അങ്ങയുടെ പീഡാനുഭവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാനും നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, നിൻ ദിവ്യസൂനുവിൻ തിരുമുറിവിൻ ഹൃത്തിൽ ചേർത്തു വയ്ക്കൂ. ഉലകിലെന്നാഥ മനുജനായി വന്നു ശാപങ്ങൾ നീക്കാൻ നീ കുരിശിലേറി. കുരിശിൻ വഴിയിൽ നീങ്ങാം നിരയായി പ്രത്യാശയോടെയേവം അനുയാത്ര ചെയ്തിടാം ഞാൻ. സ്നേഹത്തിൻ പാതയിൽ ഞാൻ ചരിക്കാൻ ത്യാഗമായി ജീവിതം കാഴ്ചവയ്ക്കാൻ യേശു സാരൂപ്യമായി ഞാൻ ഭവിക്കാൻ നിൻ സ്നേഹധാരയാൽ നീ നിറയ്ക്കൂ. ദിവ്യമാം കുഞ്ഞാടിൻ സ്നേഹവിരുന്നിലായി കാരുണ്യമേ എന്നെ സ്വീകരിക്കൂ. കുരിശിലെ യാഗമായി സ്വപുത്രനെ നൽകി പറുദീസയുടെ കവാടം തുറന്നു തന്ന പിതാവിന് സ്തുതിയും കുരിശിലെ രക്തത്താൽ ഞങ്ങളുടെ പാപക്കറ കഴുകി രക്ഷിച്ച പുത്രന് ആരാധനയും പരിത്രാണകൃത്യം പൂർത്തിയാക്കി ഞങ്ങളോടൊത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.